Hi all, welcome back to day 4 of PYQ Blitz 25 a day. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അടിസ്ഥാന യോഗ്യത മാനദണ്ഡമാക്കിയിട്ടുള്ള കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള PSC തന്നെ നടത്തിയിട്ടുള്ള മുൻകാല പരീക്ഷകളിൽ നിന്നും തെരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏകദേശം ഒരു 75 ക്വസ്റ്റ്യൻസ് വീതം ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ബ്രാഞ്ചസിൽ നിന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും ഇന്റൻസ് ആയിട്ടാണ്. ബ്ലിറ്റ്സ് എന്ന പേര് തന്നെ വരുന്നത് ഒരു ഇന്റൻസ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് അർത്ഥമാക്കാൻ വേണ്ടിയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ പഴമക്കാർ പറയുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയുന്ന പോലെ ഈ 4ാമത്തെ ദിവസത്തോടു കൂടെ നമ്മുടെ ഏകദേശം 100 ചോദ്യങ്ങളോളം നമ്മുടെ പഠിച്ചു കഴിയും എന്നതാണ് ഈ ഒരു PYQ Blitz 25 a day എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കോർ സബ്ജക്ട്സിന്റെ പല ഭാഗങ്ങളും വൃത്തിയായി അതും ഇൻ ഡെപ്തില് പഠിച്ചു പോവുകയാണ്. ഈ പറയുന്ന ഈ വീഡിയോസ് ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അയച്ചു തരുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് 25 ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശരിയുത്തരം ഏത്, എന്തുകൊണ്ടാണത് ശരിയുത്തരമാകുന്നത് എന്നും മറ്റുള്ള ഓപ്ഷൻസ് ശരിയുത്തരമാകാത്തത് എന്തുകൊണ്ടാണെന്നും നല്ല നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇൻ കേസ് ഒരു ഔട്ട്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലൈക്ക് ഒരു ആൻഡ്രോയിഡിന്റെ വേർഷനെ സംബന്ധിച്ച അല്ലെങ്കിൽ ഉബണ്ടു ലിനക്സിന്റെ വേർഷനെ സംബന്ധിച്ച അങ്ങനെയുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നതെങ്കിൽ ഇപ്പോ ഈ ഒരു വർഷം 2025 കറന്റ്ലി ഏറ്റവും പുതിയതായിട്ടുള്ള വേർഷനുകൾ ഏതാണോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ കേരള PSCയിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയോ വിഭാഗത്തില് പരീക്ഷകൾ എഴുതി സർവീസിൽ കയറണം. അതായത് ഇനി വരുന്ന എക്സാം, ഈ ഒരു ഇയറിലെ എക്സാംസ് മാത്രമല്ല ഫർദർ വരുന്ന എക്സാംസിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നതിൽ തർക്കമില്ല. അപ്പൊ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. സോ ആസ് ഐ സെഡ്, നിങ്ങൾ ഒരു കേരള PSC ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന് ഇത് പഠിച്ചങ്ങ് പരീക്ഷ എഴുതി സർവീസിൽ കയറുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമ്മുടെ ചാനലിൽ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീലി അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ അതുമല്ല സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതുമാണ്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. സോ ഡേ 4ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഈ ഡേ 4 കഴിയുന്നതോടുകൂടെ ഞാൻ ഒന്നുകൂടെ പറയാണ്, 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 4 ദിവസങ്ങളായിട്ട് പഠിച്ചു തീരുന്നത്. ഇതിപ്പോ 2ാമത്തെ പേപ്പർ എത്തി. നമ്മൾ ഓൾറെഡി ഇന്നലത്തോടെ ഒരു പേപ്പർ, പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. So let's start with the first question. Select the service which is not provided by the transport layer. Congestion control, no. Routing, right alle, transport layer alla adu cheyyunnathu. Flow control, no. And correction control, not possible. Okay. So ee parayna congestion control, flow control, error correction idokke transport layer which is layer 4 of OSI model. ഇതിന് റെസ്പോൺസിബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റൗട്ടിംഗ് മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ലെയർ 4 ഓഫ് OSI മോഡൽ. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ end-to-end കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോ കൺട്രോൾ. അതുപോലെ തന്നെ അത് എൻഷുർ ചെയ്യുന്നുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ എറർ ഫ്രീ ആണ്, കൺജഷൻ കൂടാതെ പോകുന്നുണ്ട് സെൻഡറിന്റെയും റിസീവറിന്റെയും ഇടയിൽ കൂടെ, അതൊക്കെ ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് റൗട്ടിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിന്റെ സർവീസ് അല്ല. റൗട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് പാത്ത് ഫോർ ഡേറ്റ ട്രാൻസ്മിഷൻ അക്രോസ് എ നെറ്റ്വർക്ക്. ഈ റൗട്ടിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്
third layer ആണ്, layer 3 in OSI model, which is the network layer. നെറ്റ്വർക്ക് ലെയർ എന്താ ചെയ്യുന്നത്? IP പോലുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട്, അതായത് IP എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോള്, എന്നിട്ട് റൗട്ടിംഗ് അൽഗോരിതംസിനെ ബേസ് ചെയ്തിട്ട് റൗട്ടിങ്ങിനുള്ള പാത്ത് ഡിറ്റർമിൻ ചെയ്യുന്നു. I hope you got the point. Let's move to the next question. Dash is not a Linux file system type. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ext4, JFS, XFS, REFS. The right answer is option D, REFS. How? REFS എന്ന് പറഞ്ഞാല് റെസിലിയന്റ് ഫയൽ സിസ്റ്റം ആണ്. അതൊരു ലിനക്സ് ഫയൽ സിസ്റ്റം അല്ല, വിൻഡോസ് ഫയൽ സിസ്റ്റം ആണ് അത് ബേസിക്കലി. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. ഈ REFS എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡിസൈൻ ടു ഇംപ്രൂവ് അപ്പോൺ NTFS വിത്ത് ബെറ്റർ സ്കെയിലബിലിറ്റി, ഡേറ്റ ഇന്റഗ്രിറ്റി ആൻഡ് ഓട്ടോമാറ്റിക് എറർ കറക്ഷൻ. വിൻഡോസ് സെർവർ എൻവയോൺമെന്റ്സിലാണ് ഈ പറയുന്ന REFS യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ ഫോം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റെസിലിയന്റ് ഫയൽ സിസ്റ്റം. ഇനി എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആവുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ext4. ext4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റം. അതായത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിലെ എല്ലാം ഡിഫോൾട്ട് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ആണ് ഈ പറയുന്ന ext4, ഫോർത്ത് എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റം. ഇതെന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ജേർണലിംഗ്, ലാർജ് ഫയൽ സൈസസ്, ബെറ്റർ പെർഫോമൻസ്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പയർഡ് ടു ext3, ext4 ആണ് ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് JFS, അതായത് ജേർണൽഡ് ഫയൽ സിസ്റ്റം. ഇത് ആക്ച്വലി IBM ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റം ആണ്. ജേർണലിംഗിന്റെ ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ലിനക്സിലും അതുപോലെ തന്നെ AIX സിസ്റ്റംസിലും ഒക്കെ സപ്പോർട്ടുള്ള ഒരു ഫയൽ സിസ്റ്റം ആണ്. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, XFS. XFS എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് ജേർണലിംഗ് ഫയൽ സിസ്റ്റം ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സിലിക്കൺ ഗ്രാഫിക്സ് ആണ്, വിച്ച് ഇസ് SGI. ഇത് സാധാരണയായിട്ട് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിലാണ് യൂസ് ചെയ്യുന്നത് ഫോർ ഹാൻഡ്ലിംഗ് ലാർജ് ഫയൽസ് ആൻഡ് ഹൈ സ്പീഡ് ഡേറ്റ ഓപ്പറേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IEEE സ്റ്റാൻഡേർഡ് ഫോർ WiMAX ഈസ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ A, 802.11. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ വയർലെസ് LAN. ഈ വയർലെസ് LAN നമ്മൾ എന്താ പറയുന്നത്? വൈഫൈ എന്നല്ലേ വിളിക്കുക. So it is used for short range wireless communications in home, offices and public places. അപ്പോൾ എന്തായാലും ഓപ്ഷൻ A അല്ല ആൻസർ. Then ഓപ്ഷൻ B, 802.15. ഇതെന്ന് പറയുന്നത് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. WPAN എന്ന് നമ്മൾ പറയും. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ 802.15.1 ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ZigBee. അതിന്റെ സ്പെസിഫിക്കലി 802.15.4 ആണ്. ഇതൊക്കെ ഷോർട്ട് റേഞ്ച് ഡിവൈസ് ടു ഡിവൈസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ആണ്, ഈ പറയുന്ന ബ്ലൂടൂത്തും സിഗ്ബിയും ഒക്കെ. സോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് 802.15 എന്ന് പറയുന്നത് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന്. സോ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ഓപ്ഷൻ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, വിച്ച് ഇസ് 802.15.1. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതിന്റെയാണ്? ബ്ലൂടൂത്തിന്റെ സ്റ്റാൻഡേർഡ് ആണ്. ഇനി so this is also not the right option. ഇനി ആകെയുള്ളത് ഓപ്ഷൻ D, which is 802.16. That's the correct answer because it is the standard for wireless metropolitan area networks, which is WMAN. അതായത് ഈ WMAN ആണ് കോമൺലി നമ്മൾ എന്ത് പറയുന്നത്? WiMAX എന്ന് പറയുന്നത്. അതായത് വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഇതെന്താണ് ചെയ്യുക? ഇറ്റ് പ്രൊവൈഡ്സ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഓവർ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആൻഡ് കോമ്പീറ്റ്സ് വിത്ത് DSL ആൻഡ് ഫൈബർ നെറ്റ്വർക്സ് ഫോർ ലാസ്റ്റ് mile internet connectivity. So we can say that the option D is the right answer. Now let's move to the next question. Dash is not a web server. First of all, IIS എന്ന് പറഞ്ഞാൽ Internet Information Services. It is a web server developed by ആരാണ്? Microsoft. Famous ആണ്. It runs on Windows and hosts websites, applications and services. ഇനി ഓപ്ഷൻ ബി ഏതാണ്? Apache. നമുക്കെല്ലാം അറിയാം അതൊരു HTTP സെർവർ ആണ്, ഓപ്പൺ സോഴ്സ് വെബ് സെർവർ ആണ് ബേസിക്കലി. ലിനക്സ്, യൂണിക്സ് അതുപോലെ വിൻഡോസ് അത് ഏത് എൻവയോൺമെന്റ്സിലും ഈ അപ്പാച്ചെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് ഓൾസോ എ വെബ് സെർവർ. അതുകൊണ്ട് അത് റൈറ്റ് ആൻസർ അല്ല. നൗ മൂവിംഗ് ടു ഓപ്ഷൻ സി, വിച്ച് ഈസ് ഫയർഫോക്സ്. നമുക്കറിയാം ഫയർഫോക്സ് ഒരു വെബ് സെർവർ അല്ല. അതെന്താണ്? വെബ് ബ്രൗസർ അല്ലേ?
അതായത് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ആക്സസിങ് ആൻഡ് റെൻഡറിങ് വെബ്സൈറ്റ്സ്. ബേസിക്കലി ഈ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a software that serves web pages to clients over HTTP or HTTPS. Clients എന്ന് പറയുന്നത് ആരാണ്? ബ്രൗസേഴ്സ്. അങ്ങനെ ഒരു ബ്രൗസർ ആണ് ഈ പറയുന്ന ഫയർഫോക്സ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഓപ്ഷൻ 4 കൂടെ ഒന്ന് നോക്കിയേക്കാം. നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സെർവർ. ഇത് ഭയങ്കര ഹൈ പെർഫോമൻസ് വെബ് സെർവർ ആണ്. നോൺ ഫോർ ഹാൻഡ്ലിംഗ് ഹൈ ട്രാഫിക് ലോഡ്സ് എഫിഷ്യൻ്റ്ലി. ഇത് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുക വെച്ചാല് റിവേഴ്സ് പ്രോക്സിങ്, ലോഡ് ബാലൻസിങ്, കാഷിംഗ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെബ് സെർവർ ആണ് ഇങ്ങേര്. ഹൈ പെർഫോമൻസ് വെബ് സെർവർ ആണ്. അത് അടിവരയിട്ട് പറയുവാണേ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A denial of service attack against a network belongs to which one of the following type of threat? നമുക്ക് 1 by 1 ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈങ് എ മെസ്സേജ് ഇൻ ട്രാൻസിറ്റ്, അതായത് ഡേറ്റ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ ടാമ്പർ ചെയ്യുക, അതിനെയൊക്കെയാണ് മോഡിഫിക്കേഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. DOS എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ അറ്റാക്ക് അല്ല. ഡിനൈൽ ഓഫ് സർവീസ് ഡിനൈ ചെയ്യുന്ന ഒരു അറ്റാക്ക്, അതാണ് DOS എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് റോങ്. നൗ കമ്മിങ് ടു സെക്കൻഡ് ഓപ്ഷൻ വിച്ച് ഈസ് ഇന്റർസെപ്ഷൻ. ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റർസെപ്ഷൻ അറ്റാക്സ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ഇൻഫർമേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഈവ്സ് ഡ്രോപ്പിംഗും അതുപോലെ തന്നെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്, അതൊക്കെ ഈ പറയുന്ന ഇന്റർസെപ്ഷൻ അറ്റാക്സിലാണ് വരുന്നത്. ഇനി തേർഡ് വൺ നോക്കൂ, ഇന്ററപ്ഷൻ. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കേണ്ട റിസോഴ്സസ് അല്ലെങ്കിൽ സർവീസസ് അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. സോ ദിസ് DOS ഫോൾസ് അണ്ടർ ദി ഇന്ററപ്ഷൻ കാറ്റഗറി. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആക്സസ് ടു സർവീസ് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഓവർവെൽമിംഗ് ദം വിത്ത് എക്സസീവ് ട്രാഫിക് ഓർ ഡിസേബിളിംഗ് ക്രിട്ടിക്കൽ നെറ്റ്വർക്ക് കോമ്പണൻസ്. So the right answer is option C, interruption. And the fourth one is none of these. So this is obviously not our answer. Right answer is option C, which is interruption. Let's move to the next question. Dash caches web pages on the server hard disk so that they can be quickly retrieved later. First option, ഫയൽ സെർവർ. ഫയൽ സെർവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ഫയൽസ്. അല്ലാതെ വെബ് പേജസ് ക്യാഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല ഫയൽ സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫയൽസിന്റെയും ഡയറക്ടറീസിന്റെയും ഒക്കെ ഷെയർഡ് ആക്സസ് വേണമെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫയൽ സെർവേഴ്സിനെ കൊണ്ട് സാധിക്കും. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോക്സി സെർവർ. യെസ്, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ ഹിയർ. ഈ പ്രോക്സി സെർവർ ആണ് എന്ത് ചെയ്യുന്നത്? ക്യാഷേസ് വെബ് പേജസ് ഓൺ ദ server's hard disk so that they can be quickly retrieved later. അതുവഴി എന്താണ് ഉണ്ടാവുക? ഇറ്റ് ഇംപ്രൂവ്സ് പെർഫോമൻസ് ബൈ റെഡ്യൂസിംഗ് ലോഡ് ടൈംസ് ആൻഡ് സേവിംഗ് ബാൻഡ്വിഡ്ത്ത്, എസ്പെഷ്യലി ഫോർ ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് വെബ് പേജസ്. ആൻഡ് ദർ ഈസ് വൺ മോർ ഓപ്ഷൻ വിച്ച് ഇസ് വെബ് സെർവർ. വെബ് സെർവറിന്റെ കേസിൽ എന്താണ്? വെബ് സെർവർ എന്താ ചെയ്യുന്നത്? ഹോസ്റ്റ് ആൻഡ് സർവ്സ് വെബ് പേജസ് ടു ക്ലയന്റ്സ് ഓൺ റിക്വസ്റ്റ്. അല്ലാതെ does not cache pages for future use. Okay, so obviously this is not the answer. Right answer is option B, proxy server. Now, moving to the next question. Dash is not an active attack in network security. First option is right actually. Traffic analysis. Because traffic analysis is an active attack. It's a passive attack. അതായത് അറ്റാക്കർ ജസ്റ്റ് നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്റർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും പാറ്റേൺസ്. അല്ലാതെ ഡേറ്റ മോഡിഫൈ ചെയ്യൊന്നുമില്ല. ദിസ് ഇസ് യൂസ് ടു ഇൻഫർ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് സച്ച് ആസ് സെൻഡർ ഐഡന്റിറ്റി, അതുപോലെ തന്നെ മെസ്സേജ് ഫ്രീക്വൻസി, ടൈമിംഗ് എക്സെട്ര. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി, മാസ്ക്രൈഡ്. മാസ്ക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് an active attack where an attacker pretends to be a legitimate user by using stolen credentials or spoofing an identity. So this is an active attack. Now replay. റീപ്ലേ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് അറ്റാക്ക് ആണ്. കാരണം അറ്റാക്കർ എന്ത് ചെയ്യുന്നു? ഡേറ്റ ട്രാൻസ്മിഷൻ ക്യാപ്ചർ ചെയ്തിട്ട് റീപ്ലേസ് ടു ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ്. നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു ഡിനയൽ ഓഫ് സർവീസ്. ഇതൊരു ആക്റ്റീവ് അറ്റാക്ക് ആണ്. അതായത് അറ്റാക്കർ ഡിസ്ട്രപ്റ്റ്സ് നെറ്റ്വർക്ക് സർവീസസ് ബൈ ഓവർവെൽമിംഗ് ദ സിസ്റ്റം വിത്ത് ഫേക്ക് റിക്വസ്റ്റ്. Okay, so the right answer is option A, traffic analysis. Next question. Dash is an indication of the relative independence among modules. First option, cohesion. Cohesion എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മൊഡ്യൂളിനകത്തുള്ള ഫങ്ഷൻസ് എത്രത്തോളം ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ it has nothing to do with relative independence among modules. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കപ്ലിംഗ്.
So it's the right answer because coupling എന്ന് പറഞ്ഞ degree of dependency between different modules in a system. റിലേറ്റീവ് ഇൻഡിപെൻഡൻസ് among modules കാണിക്കുന്നതിനെയാണ് ഈ ഡിഗ്രി ഓഫ് ഡിപെൻഡൻസി അല്ലെങ്കിൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. കപ്ലിംഗ് കുറയുവാണെങ്കിൽ ഹയർ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ലോവർ കപ്ലിംഗ് ആണെങ്കിൽ ഹയർ ഇൻഡിപെൻഡൻസ് among modules ആണ് കാണിക്കുന്നത്. ആക്ച്വലി എപ്പോഴും നമ്മൾ ലോവർ കപ്ലിംഗ് ആണ് വേണ്ടത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ, കാരണം അതുവഴി നമുക്ക് മെയിൻറ്റൈനബിലിറ്റിയും സ്കെയിലബിലിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ്? പാറ്റേൺസ്. പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? റീയൂസബിൾ ഡിസൈൻ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അല്ലാതെ വേറൊന്നുമല്ല. ഇനി മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിവൈഡിങ് എ സിസ്റ്റം ഇൻ ടു സെപ്പറേറ്റ് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ്, അതിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. മോഡുലാരിറ്റി ആക്ച്വലി ഇൻഡിപെൻഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കപ്ലിംഗ് ഡയറക്ട്ലി മെഷേഴ്സ് ദ ഇൻഡിപെൻഡൻസ് among modules. So option B, coupling is the right answer. Let's move to the next question. The test case design, okay, ഓരോ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. Test case design technique that complements equivalence partitioning and leads to the selection of test cases at the edge of the class. One by one ആയിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓർത്തോഗണൽ അറേ ടെസ്റ്റിംഗ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോമ്പിനറ്റോറിയൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ടെസ്റ്റ് കേസസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈ ടെസ്റ്റ് കേസസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ബൈ കവറിംഗ് ഓൾ പോസിബിൾ പാരാമീറ്റർ കോമ്പിനേഷൻസ് വിത്ത് എ മിനിമൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്. നമുക്ക് പക്ഷെ എന്താണ് അറിയേണ്ടത്? ടെസ്റ്റ് കേസ് ഡിസൈൻ ടെക്നിക് ദാറ്റ് കോംപ്ലിമെന്റ്സ് equivalence partitioning and leads to the selection of test cases at the edges of the class. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓർത്തോഗണൽ അറേ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ പോസിബിൾ പാരാമീറ്റർ കോമ്പിനേഷൻസിനെയും കവർ ചെയ്തുകൊണ്ട് മിനിമൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് ആൻസർ. നൗ മൂവിംഗ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ, മോഡൽ ബേസ്ഡ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് കേസസ് ഫ്രം എ മോഡൽ that represents a system's expected behavior. ആ നെയിമിൽ തന്നെയുണ്ട് മോഡൽ ബേസ്ഡ് ടെസ്റ്റിംഗ്, ക്രിയേറ്റിംഗ് ടെസ്റ്റ് കേസസ് ഫ്രം എ മോഡൽ ദാറ്റ് റെപ്രസെന്റ്സ് എ സിസ്റ്റംസ് എക്സ്പെക്ടഡ് ബിഹേവിയർ. ഇനി സോ അതല്ല നമുക്ക് വേണ്ട ആൻസർ. നൗ ഓപ്ഷൻ സി, ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ഓപ്ഷൻ സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഇതൊരു ടെസ്റ്റ് കേസ് ഡിസൈൻ ടെക്നിക് ആണ്. that complements equivalence partitioning and focuses on testing values at the boundaries. അതായത് ഈ എഡ്ജസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ബൗണ്ടറി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓഫ് ഇൻപുട്ട് ഡൊമൈൻസ്. അതായത് സിൻസ് എറേഴ്സ് ആർ മോർ ലൈക്ലി ടു occur at the boundaries of input values rather than in the middle. ഈ പറയുന്ന ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യും? എഡ്ജ് കേസസിലെ ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. കൂടാതെ ഇറ്റ് ഹെൽപ്സ് ഇൻ സെലക്ടിങ് ടെസ്റ്റ് കേസസ് ദാറ്റ് റിപ്രസെന്റ് ബൗണ്ടറി കണ്ടീഷൻ, അതായത് മിനിമം, മാക്സിമം, ജസ്റ്റ് ഇൻസൈഡ് ഓർ ജസ്റ്റ് ഔട്ട്സൈഡ് ബൗണ്ടറീസ്, അല്ലെങ്കിൽ ടിപ്പിക്കൽ വാല്യൂസ്, അങ്ങനെ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആൻസർ, ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ഫോർത്ത് ഓപ്ഷനും കൂടെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. Condition testing. It is used to ensure that all logical conditions in a program are tested for both true and false cases. So this is not our answer. The right answer is option C, boundary value analysis. Next question. The framework activity that presents software increment to the customer and includes delivery, support and feedback. ഈ ഡെലിവറിയും സപ്പോർട്ടും അതുപോലെ തന്നെ ഫീഡ്ബാക്കും എല്ലാം ഉള്ള ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റ് സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റ് ടു ദ കസ്റ്റമർ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഡിപ്ലോയ്മെന്റ്. ഈ ഡിപ്ലോയ്മെന്റിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് ആക്ച്വലി ഡെലിവറി ഓഫ് ദ സോഫ്റ്റ്വെയർ, പിന്നെ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം, അതുപോലെ തന്നെ കസ്റ്റമർ ഇഷ്യൂസ് റിസോൾവ് ചെയ്യുക ബൈ പ്രൊവൈഡിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കളക്ഷൻ, അതായത് ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടി എൻഡ് യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. അതായത് നമുക്ക് മൊത്തത്തിൽ പറയാം, ഈ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ദാറ്റ് പ്രസന്റ് സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റ്സ് ടു ദ കസ്റ്റമർ. ഇത് എന്താണ് എൻഷുർ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ഈസ് ഫങ്ഷണൽ ഇൻ ദ പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് ആൻഡ് ദാറ്റ് ദ യൂസേഴ്സ് ക്യാൻ യൂസ് ഇറ്റ് എഫക്റ്റീവ്ലി. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ദ റിമൈനിങ് ഓപ്ഷൻസ് ആസ് വെൽ. So first option, communication. Communication എന്ന് പറഞ്ഞാൽ എന്താ? Focuses on gathering requirements from stakeholders.
discussing expectations and ensuring that developers understand user needs. അതാണ് communication എന്ന് പറയുന്നത്. So this is not the answer. And planning നമുക്കറിയാം എന്താ, defining project scope, scheduling and risk management. അതിനകത്ത് ഈ പറയുന്ന ഡെലിവറിയോ സപ്പോർട്ടോ ഫീഡ്ബാക്കോ ഒന്നും പെടുന്നില്ല. So this is wrong. Now third one modeling എന്ന് പറയുമ്പോൾ it's a design phase where system architecture, workflows and data structures are defined. So this is not the answer. So the right answer is option D, deployment. Next question. Dash structures a team loosely and depends on individual initiative of the team members. Let's check the options one by one. So the first one, random paradigm. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഒന്നും അല്ല. There is no clear organization or കോർഡിനേഷൻ. ആ പേരിൽ തന്നെയുണ്ട് ഒരു റാൻഡം ആയിട്ടുള്ള പാരാഡിഗം. അതായത് ടീം മെമ്പേഴ്സ് ഇനീഷ്യേറ്റീവ് എഫിഷ്യന്റ്ലി എടുക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. സോ ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് ആൻസർ. നൗ സെക്കൻഡ് വൺ, ഓപ്പൺ പാരാഡിഗം. ഇറ്റ് സ്ട്രക്ചേഴ്സ് എ ടീം ലൂസ്ലി ആൻഡ് റിലൈസ് ഓൺ ദ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് ഓഫ് ടീം മെമ്പേഴ്സ്. ഇത് സംഹൗ മാച്ചസ് അവർ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ഓപ്പൺ ആണല്ല. അതുപോലെ തന്നെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, മിനിമൽ ഹൈറാർക്കിയെ കാണും. ഈ ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ കൊളാബറേഷൻ സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിലായിരിക്കും നടക്കുന്നത്. ക്രിയേറ്റിവിറ്റി അഡാപ്റ്റബിലിറ്റി ഒക്കെ റിക്വയർമെന്റ് ആയിട്ട് വരുന്ന ഇന്നോവേറ്റീവ് പ്രൊജക്ട്സിനാണ് ഇത് ബെസ്റ്റ് സൂട്ടഡ് ആവുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ആൻസർ ഹിയർ. 2 more options are there, so let's check those as well. Next one, closed paradigm. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്ലോസ്ഡ്. ഓക്കെ, ഒരു റിജിഡ് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഡിസിഷൻ മേക്കിംഗ് ഫുള്ളി സെൻട്രലൈസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് പാരാഡിഗം എന്ന് പറയുന്ന ഓപ്പൺ പാരാഡിഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കോൺട്രാഡിക്ട്സ് വിത്ത് ദ ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്. കാരണം എന്താണ്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്. ഇനി ഓപ്ഷൻ ഡി, സിൻക്രണസ് പാരാഡിഗം. വെൽ കോർഡിനേറ്റഡ് ടീം വർക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എല്ലാ മെമ്പേഴ്സും സൈമൾട്ടേനിയസ്ലി ഒരു സ്ട്രക്ചർഡ് മാനറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ടീം മെമ്പേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓപ്പൺ പാരാഡിഗത്തിന്റെ അത്രയും എന്ത് വരുന്നില്ല, ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് എംഫസൈസ് ചെയ്യപ്പെടുന്നില്ല സിൻക്രണസിനകത്ത്. So this is also wrong. So the best suited answer is open paradigm. Next question. The W5HH principle is suggested by. ഇതൊരു സിസ്റ്റം അനലിസ്റ്റിന്റെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. W5 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന 5 W's: who, what, when, where, finally why. അത് കഴിഞ്ഞ് 2 H കൂടെ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഹൗ ആൻഡ് ഹൗ മച്ച്. ഇതൊരു സോഫ്റ്റ്വെയർ പ്രൊജക്ടിന്റെ സ്ട്രക്ചർഡ് പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. എങ്ങനെ, കീ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഹൂ, വാട്ട്, വെൻ, വെർ, വൈ, ഹൗ ആൻഡ് ഹൗ മച്ച്, ഈ കീ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ് ചെയ്യുന്നത് വഴി ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ടിന്റെ സ്ട്രക്ചർഡ് പ്ലാനിങ്ങിന് ഈ പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഹൂ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡെലിവറബിൾസ്. വെൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, ടൈം ലൈനും മൈൽ സ്റ്റോൺസും ആണ് ഉദ്ദേശിക്കുന്നത്. വേർ എന്ന് പറയുമ്പോൾ വേർ വിൽ ദ പ്രൊജക്ട് ബി എക്സിക്യൂട്ടഡ്. വൈ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്, വൈ ദിസ് പ്രൊജക്ട് ഈസ് നീഡഡ്. ഹൗ എന്ന് പറയുമ്പോൾ ഹൗ വിൽ പ്രൊജക്ട് ബി അക്കംപ്ലിഷ്ഡ്. ഇനി ഹൗ മച്ച്, വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ റിസ്ക്സ് മാനേജ് ചെയ്യാൻ, അതുപോലെ ഗോൾസ് ഡിഫൈൻ ചെയ്യുക, പ്രൊജക്ട് സക്സസ് എൻഷുർ ചെയ്യുക, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഇനി ബാക്കി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ റീൽ എന്ന് പറയുന്നത് ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങാതി തന്നെയാണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിലല്ല, ഇത് W5HH പ്രിൻസിപ്പിൾ അല്ല, അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇനി നെക്സ്റ്റ് ഗ്രേഡി ബൂച്ച് എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. He is famous for object-oriented design and UML modeling. ലിയു എന്ന് പറയുന്നത് ഈ ചങ്ങാതിക്കൊന്നും നോൺ കോൺട്രിബ്യൂഷൻസ് ഇല്ല ഈ W5HH പ്രിൻസിപ്പിളുമായിട്ട്. ഓക്കെ, ഈ ചങ്ങാതിയാണ്, ഈ ഓപ്ഷൻ ഡി ആണ്, ബാരി ബോയം ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വാളിറ്റി മെട്രിക് ദാറ്റ് പ്രൊവൈഡ്സ് ബെനിഫിറ്റ് അറ്റ് ബോത്ത് ദ പ്രൊജക്ട് ആൻഡ് പ്രോസസ് ലെവൽ ഈസ് കോൾഡ്. റൈറ്റ് ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, ഡിഫക്ട് റിമൂവൽ എഫിഷ്യൻസി, DRE.
ഇതെന്ന് പറയുന്ന ഒരു ക്വാളിറ്റി മെട്രിക് ആണ്. എന്താണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എഫക്റ്റീവ്നെസ് ഓഫ് ഡിഫക്റ്റ് ഡിറ്റക്ഷൻ ഇൻ എ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. ഇത് എന്താണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ പെർസെന്റേജ് ഓഫ് ഡിഫക്ട്സ് റിമൂവ്ഡ് ബിഫോർ ദ സോഫ്റ്റ്വെയർ ഈസ് റിലീസ് ടു കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് അറ്റ് ബോത്ത് ദ പ്രൊജക്ട് ആൻഡ് പ്രോസസ് ലെവൽസ്, ഹെൽപ്പിംഗ് ഇംപ്രൂവ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് ടെസ്റ്റിംഗ് എഫക്റ്റീവ്നെസ്. ഈ DRE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ഡിഫക്ട്സ് ഫൗണ്ട് ബിഫോർ റിലീസ് ചെയ്യുന്നതിന് മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ള ഡിഫക്ട്സ് ഡിവൈഡഡ് ബൈ അഗൈൻ ഈ പറയുന്ന ഡിഫക്ട്സ് ഫൗണ്ട് ബിഫോർ റിലീസ് പ്ലസ് ഡിഫക്ട്സ് ഫൗണ്ട് ആഫ്റ്റർ റിലീസ്. ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ DRE കണ്ടുപിടിക്കുക. ഹയർ DRE ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബെറ്റർ ഡിഫക്ട് റിമൂവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ക്വാളിറ്റിയാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് FP. FP എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ പോയിന്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സോഫ്റ്റ്വെയർ സൈസിനെയും കോംപ്ലക്സിറ്റിനെയും ഒക്കെ മെഷർ ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഡിഫക്ട് റിമൂവലോ ഒന്നും പിന്നെ ഇവാലുവേറ്റ് ചെയ്യില്ല. എഫേർട്ട് എസ്റ്റിമേഷൻ ആണ് ബേസിക്കലി ഇത് FP ഫംഗ്ഷൻ പോയിന്റ്സ് യൂസ് ചെയ്യുന്നത് റാദർ ദാൻ ക്വാളിറ്റി അസസ്മെന്റ്. ഇനി അടുത്തത് LOC ലൈൻ ഓഫ് കോഡ് സൈസ് ആണ്. ഈ ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് നോട്ട് എ ക്വാളിറ്റി മെട്രിക്. ഇത് മെഷർ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് കോഡ് റിട്ടേൺ ബട്ട് ഡസ് നോട്ട് അസസ് ഡിഫക്ട് ഡിറ്റക്ഷൻ ഓർ റിമൂവൽ എഫിഷ്യൻസി. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഡിയിൽ ഏതാണ്? യൂസ് കേസ് പോയിന്റ്സ് പറയുന്നുണ്ട്. ദീസ് ആർ യൂസ്ഡ് ഫോർ എഫേർട്ട് എസ്റ്റിമേഷൻ ബേസ്ഡ് ഓൺ യൂസ് കേസസ്. The right answer is option A. Next question. The prioritized list of project requirements or features which provides business value for the customer. Right answer backlog. Option C. Agile അതുപോലെ തന്നെ സ്ക്രം മെത്തഡോളജീസിലൊക്കെ ഈ ബാക്ക്ലോഗ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ്ഡ് ലിസ്റ്റ് ഓഫ് പ്രൊജക്ട് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ്. അതെന്താ പ്രൊവൈഡ് ചെയ്യുക വെച്ചാൽ ബിസിനസ് വാല്യൂ ടു ദ കസ്റ്റമർ. ഈ ബാക്ക്ലോഗിനകത്ത് ടാസ്കുകൾ അതുപോലെ യൂസർ സ്റ്റോറീസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പ്രൊജക്ടിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ടാസ്കുകൾ യൂസർ സ്റ്റോറീസ് ഫീച്ചേഴ്സ് അതൊക്കെ ബാക്ക്ലോഗിനകത്ത് ഉണ്ടായിരിക്കും. ഈ പറയുന്ന ബാക്ക്ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രൊഡക്റ്റ് ഓണർ ആയിരിക്കും. കാരണം ആളാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫസ്റ്റ് ഡെലിവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ക്ലോഗ്സ് വരുന്നുണ്ട്. പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഫസ്റ്റ് വൺ. അതെന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലിസ്റ്റ് ഓഫ് ഓൾ റിക്വയർഡ് ഫീച്ചേഴ്സ് ആൻഡ് എൻഹാൻസ്മെന്റ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ സ്പ്രിന്റ് ബാക്ക്ലോഗ് വരുന്നുണ്ട്. കറണ്ട് സ്പ്രിന്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ആ ബാക്ക്ലോഗിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ബാക്ക്ലോഗിന്റെ സബ്സെറ്റ് ആണ് സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. റിമൈനിങ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സ്പ്രിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം ബോക്സ്ഡ് ഡെവലപ്മെന്റ് സൈക്കിൾസ്, അതായത് 2 to 4 വീക്സിന് സ്ക്രം അല്ലെ സ്പ്രിന്റ്സ് എന്ന് പറയുമ്പോൾ. ഈ സ്പ്രിന്റ്സ് ആക്ച്വലി ബാക്ക്ലോഗ് ഐറ്റംസ് ഡെലിവർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലാതെ ഒരു റിക്വയർമെന്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യാനോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെമോസ് ആണ്. അതായത് സ്പ്രിന്റിന്റെ റിവ്യൂവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പ്രിന്റിന്റെ അവസാനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കിന്റെ പ്രസന്റേഷൻ. അത് ആക്ച്വലി ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഈ പറയുന്ന ബാക്ക്ലോഗിനെ ഒന്നും റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഡെമോസ് ഇസ് നോട്ട് ദി ആൻസർ. ദെൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ടു ഡു, ഇൻ പ്രോഗ്രസ്, ഡൺ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതായത് ഓരോ ടാസ്കിന്റെയും സ്റ്റേറ്റസ് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബാക്ക്ലോഗ്. Next question. Dash is an agile process model that provides a framework for building and maintaining systems which meet tight time constraints through the use of incremental prototyping. നമുക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത് ഒരു അജൈൽ പ്രോസസ് മോഡൽ ആണ്. അതെന്താണ് ചെയ്യുന്നത്? പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക്. ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനുള്ള ഫ്രെയിംവർക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോർ ബിൽഡിംഗ് ആൻഡ് maintaining systems which meet tight time constraints through the use of incremental prototyping. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. ഇതിൽ ഏതാണ് ഈ ഒരു ഇത്രയും സംഭവങ്ങൾ മീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫോക്കസസ് ഓൺ ലേണിംഗ് ഡ്രിവൺ ഡെവലപ്മെന്റ് ആൻഡ് റാപ്പിഡ് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ,
ഡൈനാമിക് സിസ്റ്റംസ് ഡെവലപ്മെന്റ് മെത്തേഡ്. ഇതെന്ന് പറയുന്നത് ഒരു അജൈൽ പ്രോസസ് മോഡലാണ്. ദാറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ building and maintaining systems while managing tight time constraints through incremental prototyping. Here is our answer. Option B is the answer. ഇത് ആക്ച്വലി ഒരു ഐട്രേറ്റീവ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അത് കൂടാതെ ഈ ഐട്രേറ്റീവ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസും റിഫൈൻമെന്റ്സും ഒക്കെ ഉണ്ടല്ലോ, യൂസർ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ വരുത്താനായിട്ട് സാധിക്കും. ഈ DSDM എപ്പോഴും emphasizes active user involvement, അതുപോലെ തന്നെ frequent delivery of usable components, then strict time constraints. ഈ strict time constraints ന്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് ടൈം ബോക്സിംഗ്. അപ്പൊ ഈ DSDM അതായത് ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെന്റ് മെത്തേഡിനകത്ത് എപ്പോഴും ഓർത്ത് വെക്കുക, ആക്റ്റീവ് യൂസർ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും, ഫ്രീക്വന്റ് ഡെലിവറി ഓഫ് യൂസബിൾ കോമ്പണൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടൈം ബോക്സിംഗും കാണും. ഇനി നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സ്ക്രം മോഡൽ. സ്ക്രം എന്ന് പറയുമ്പോൾ ഒരു അജൈൽ ഫ്രെയിംവർക്ക് ആണ്. അതെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഷോർട്ട് ഡെവലപ്മെന്റ് സൈക്കിൾസ്. ഈ ഷോർട്ട് ഡെവലപ്മെന്റ് സൈക്കിൾസ് ആണ് ഈ സ്പ്രിന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡെയിലി സ്റ്റാൻഡ് അപ്പ് മീറ്റിംഗ്സ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് അവർ ഗൈഡ്. ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയാനുള്ളത്, ഈ സ്ക്രമ്മിനകത്ത് ഇൻക്രിമെന്റൽ ഡെലിവറി അലോ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻക്രിമെന്റൽ പ്രോട്ടോ ടൈപ്പിംഗ് എക്സ്പ്ലിസിറ്റ്ലി ഫോളോ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈറ്റ് വെയ്റ്റ് അജൈൽ മെത്തഡോളജി. ഇത് ആക്ച്വലി എംഫസൈസ് ചെയ്യുന്നത് പ്രോസസ്സിനേക്കാളും പീപ്പിളിനെ അതുപോലെ തന്നെ ഇന്ററാക്ഷൻസിനെയാണ്. ഇതിനൊരു എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻക്രിമെന്റൽ പ്രോട്ടോടൈപ്പിംഗ് അപ്രോച്ച് ഒന്നും ഇല്ല. സോ ദിസ് ഇസ് റോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്മോൾ ഹൈലി മോട്ടിവേറ്റഡ് ആൻഡ് സെൽഫ് ഓർഗനൈസിംഗ് പ്രൊജക്ട് ടീം ഈസ് കോൾഡ് അജൈൽ. അജൈൽ ടീം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്മോൾ ടീം ആയിരിക്കും, ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ സെൽഫ് ഓർഗനൈസിങ് ആയിരിക്കും. ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഐട്രേറ്റീവ് മെത്തഡോളജീസ് ആണ് ഈ അജൈൽ ടീംസ് ഫോളോ ചെയ്യുക. അതുവഴി എന്താ ഇവർക്ക് പറ്റുക വെച്ചാൽ അവർക്ക് ചേഞ്ചസ് ആയിട്ട് ക്വിക്ലി അഡാപ്റ്റ് ആവാനായിട്ട് പറ്റും. ഈ ടീംസിനെ സംബന്ധിച്ചിടത്തോളം, അജൈൽ ടീംസിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ് എല്ലാം അവർ ഇൻഡിപെൻഡന്റ്ലി ആണ് എടുക്കുക. അപ്പൊ നമുക്ക് അതിനെ പറയുന്ന ടെർമിനോളജിയാണ് പ്രൊജക്ട് മാനേജ്മെന്റില് ഹൈ ഓട്ടോണമി. അതായത് ദേ മേക്ക് ഡിസിഷൻസ് ഇൻഡിപെൻഡന്റ്ലി. ഇനി മെമ്പേഴ്സ് ഹാവ് ഡൈവേഴ്സ് സ്കിൽ സെറ്റ്സ്. അതിനെ നമുക്ക് ക്രോസ് ഫങ്ഷണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ അവര് ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇല്ലെങ്കിൽ കൂടെയും ടാസ്കുകൾ പ്ലാൻ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ പറഞ്ഞ സെൽഫ് ഓർഗനൈസേഷൻ. ഈ ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ലൂപ്സ്. അതായത് സ്ക്രം അല്ലെങ്കിൽ കാൻബാൻ മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ട് ദേ ഡെലിവർ വാല്യൂ ഇൻക്രിമെന്റലി. ഓക്കെ, അതാണ് ഈ അജൈൽ ടീമിന്റെ മൊത്തത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് എന്താണ് പറയുന്നത് നോക്കാം. സ്മോൾ ഹൈലി മോട്ടിവേറ്റഡ് ആൻഡ് സെൽഫ് ഓർഗനൈസിംഗ് പ്രൊജക്ട് ടീം ഈസ് കോൾഡ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ആക്ച്വലി ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്. ഈ പ്രൊജക്റ്റിൽ താല്പര്യമുള്ള, ഈ പ്രൊജക്ടിന്റെ ഔട്ട്കമ്മിൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പ്രൊജക്ടിന്റെ ഔട്ട്കമ്മിൽ താല്പര്യമുണ്ട്, അത്രമാത്രം. ക്ലയന്റ്സ്, മാനേജേഴ്സ്, അതുപോലെ എൻഡ് യൂസേഴ്സ്, അതൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വിടുന്നത്. ഓക്കെ, സോ ദോസ് ആർ നോട്ട് അവർ ഗൈസ്. ഓക്കെ, ഇനി ടീം ലീഡേഴ്സ്. ടീം ലീഡേഴ്സ് ആരാണ്? ഒരു ടീമിനെ ഗൈഡ് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ടീം ലീഡേഴ്സ് ആണ്. അല്ലാതെ ഒരു എന്താ പറയുക സ്മോൾ ആയിട്ടുള്ള ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഓർഗനൈസിംഗ് പ്രൊജക്ട് ടീം അല്ല ടീം ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ആവാം ഇത്. ഇനി മാവറിക്സ്. മാവറിക്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അൺകൺവെൻഷണൽ തിങ്കേഴ്സ് ആണ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീം മെത്തഡോളജി ലൈക്ക് അജൈലൊന്നും ഇവർ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദോസ് ആർ നോട്ട് അവർ ഗൈസ്. The right answer is option C, agile. ഇനി next question. Dash is also called behavioral testing, focuses on the functional requirements. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിഹേവിയറൽ ടെസ്റ്റിംഗ് അതായത് ഫോക്കസസ് ഓൺ ദ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ. ഏതാ? ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് അല്ലേ? ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ബിഹേവിയറൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഡോ ലോജിക്കോ ഒന്നും അറിയില്ലെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സിസ്റ്റം ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റേണൽ കോഡോ അല്ലെങ്കിൽ ലോജിക്കോ ഒന്നും അറിയാതെ തന്നെ, അറിഞ്ഞില്ലെങ്കിലും ടെസ്റ്റിംഗ് പോസിബിൾ ആണ്.
ടെസ്റ്റർ എന്താ ചെയ്യുക, ഇൻപുട്സ് കൊടുക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാണ് ചെയ്യുക. ഇന്റേണൽ വർക്കിങ്ങിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്ക്. ഫങ്ഷണൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുവഴി യൂസർ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ഇനി റിമൈനിങ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ഓപ്പോസിറ്റ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഇന്റേണൽ കോഡും ലോജിക്കും സ്ട്രക്ചറും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിനെ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്നും പറയും, അതുപോലെ തന്നെ ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നും പറയും. ഇതിനെ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ബേസിസ് പാത്ത് ടെസ്റ്റിംഗ്. ഇതൊരു ടൈപ്പ് ഓഫ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ഈ ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ഫൈൻഡിങ് ഇൻഡിപെൻഡന്റ് പാർട്സ് ഇൻ ദ പ്രോഗ്രാം ഫ്ലോ. എന്നിട്ട് എന്ത് ചെയ്യും, അനലൈസിങ് ടെസ്റ്റ് കേസസ് അക്കോർഡിംഗ്ലി. ഓക്കെ, ഇനി ഡേറ്റ ഫ്ലോ ടെസ്റ്റിംഗ്. ഇതെന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇതെങ്ങനെയാണ് ഡേറ്റ ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത് ട്രാക്ക് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും അനോമലീസ് ലൈക്ക് അൺഇനീഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസോ മറ്റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഡേറ്റ ഫ്ലോ ടെസ്റ്റിംഗിൽ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. Let's move to the next question. Used to show the dynamic communications between objects during execution of a task. ഇതിൽ ഏതായിരിക്കും? Dash is used to show, അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. Anyway, I think the answer is option D, sequence diagram. ഈ സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് UML ഡയഗ്രാം ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈനാമിക് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ ടാസ്ക്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇല്ലസ്ട്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഇല്ലസ്ട്രേറ്റ്സ് ഹൗ ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ മെസ്സേജസ് ഇൻ എ ടൈം ഓർഡേർഡ് സീക്വൻസ്. അതുപോലെ തന്നെ മെത്തേഡ് കോൾസ് ക്യാപ്ചർ ചെയ്യും, റെസ്പോൺസസ് ക്യാപ്ചർ ചെയ്യും, ഒബ്ജക്ട് ഇന്ററാക്ഷൻസ് ക്യാപ്ചർ ചെയ്യും. ഇതൊക്കെ റൺ ടൈമിലാണ്. അതുപോലെ തന്നെ യൂസ് കേസസ്, വർക്ക് ഫ്ലോസ് ആൻഡ് സിസ്റ്റം പ്രോസസ് ഒക്കെ മോഡൽ ചെയ്യുന്നതിലും ഇത് ഹെൽപ്ഫുൾ ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ക്ലാസ് ഡയഗ്രാം. ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സ്ട്രക്ചർ ഓഫ് എ സിസ്റ്റം ആണ്. ഓക്കെ, അത് ക്ലാസസും ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്സും ഒക്കെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഡൈനാമിക് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് അതിനെ ക്യാപ്ചർ ചെയ്യാനൊന്നും ക്ലാസ് ഡയഗ്രാം കൊണ്ട് സാധിക്കില്ല. സോ റോങ് ഓപ്ഷൻ. നെക്സ്റ്റ് ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം. ഒരു സിസ്റ്റത്തിനകത്തെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെന്റ് ആണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ എവിടെയാണ് സോഫ്റ്റ്വെയർ കോമ്പണൻസ് റൺ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇനി യൂസ് കേസ് ഡയഗ്രാം എല്ലാവർക്കും അറിയാതിരിക്കാം. ഹൈ ലെവൽ സിസ്റ്റം ഫംഗ്ഷനാലിറ്റീസ് മോഡൽ ചെയ്യുക, അതുപോലെ തന്നെ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ദ സിസ്റ്റം, അതിനാണ് യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സീക്വൻസ് ഡയഗ്രാം. ഇനി മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A new technology that emphasizes the design of test cases before the creation of source code. Right answer is option B, test driven development or TDD. ഇതെന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ് ഇൻ വിച്ച് ടെസ്റ്റ് കേസസ് ആർ റിട്ടൺ ബിഫോർ റൈറ്റിംഗ് ദ ആക്ച്വൽ സോഴ്സ് കോഡ്. ഈ പ്രോസസ് ഒരു സൈക്കിൾ ആണ് ആക്ച്വലി ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ഫെയിലിംഗ് ടെസ്റ്റ് റൈറ്റ് ചെയ്യും, ആ ടെസ്റ്റ് പാസ് ആവാനുള്ള കോഡ് ഇംപ്ലിമെന്റ് ചെയ്യും, എന്നിട്ട് ആ കോഡിനെ റീഫാക്ടർ ചെയ്യും. അപ്പൊ അന്നേരം നമ്മളൊരു കാര്യം ഉറപ്പുവരുത്തണം, എല്ലാ ടെസ്റ്റുകളും പാസ് ആവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ അപ്രോച്ച് ഈ കോഡ് ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റൈനബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് മെന്റ് ബൈ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്. നൗ ലെറ്റ്സ് മൂവ് ടു അതർ ഓപ്ഷൻസ് ഗിവൻ. അജൈൽ പ്രോസസ്. അജൈൽ പ്രോസസ് എന്താണ്? ബ്രോഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തഡോളജി ആണ്. ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു ഐട്രേറ്റീവ് ഡെവലപ്മെന്റ്, കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, അതിനെയൊക്കെയാണ് ഈ അജൈൽ പ്രോസസ് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് ദി ടെക്നോളജി വി വാണ്ട് ഹിയർ. ഇനി അടുത്തത് പോസ്റ്റ് മോഡേൺ ഡിസൈൻ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അപ്രോച്ചിൽ ആക്ച്വലി ഇങ്ങനെ ഒരു ടെർമിനോളജി തന്നെ എനിക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ദെൻ മോഡൽ ഡ്രിവൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്, ഓപ്ഷൻ ഡി. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് അബ്സ്ട്രാക്ട് മോഡൽസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ആർ ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു എക്സിക്യൂട്ടബിൾ കോഡ്. കോഡിങ്ങിന് മുൻപ് ടെസ്റ്റ് കേസസ് എഴുതുന്നില്ല ഈ മോഡൽ ഡ്രിവണിനകത്ത്. അത് നടക്കുന്നത് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ടെക്നിക് ഇൻ ജാവ ഇൻ വിച്ച് ക്ലാസ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് കൺസ്ട്രക്ടേഴ്സ് ദാറ്റ് ഡിഫർ ഇൻ പാരാമീറ്റർ ലിസ്റ്റ്? ഓ, ഫൈനലി ഈസി ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മൾ എന്താ ഊപ്സിലേക്ക് കടന്നിരിക്കുകയാണ്. വിച്ച് ഈസ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്. ഐ ഹോപ്പ് യു നോ ദിസ് കോൺസെപ്റ്റ്. എന്താണ്
കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റ ക്ലാസ്സിന് തന്നെ മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് കാണും. പക്ഷെ അതിനകത്തെ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൺസ്ട്രക്ടർ ഓവർലോഡിംഗിൽ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സോ ഡിഫറെന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് ഓവർലോഡിംഗ്. മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിനകത്ത് തന്നെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് അലോ ചെയ്യുന്നതാണ്. ഇനി നമ്പർ ഓഫ് കൺസ്ട്രക്ടേഴ്സ് അല്ല. മെത്തേഡ് ഓവർലോഡിംഗ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ജാവയ്ക്കകത്ത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഇല്ല, CPP അകത്തുണ്ട്. ഓക്കെ, നൺ ഓഫ് ദ അബവ് വി ആർ നോട്ട് കൺസിഡറിംഗ് ഇറ്റ് അറ്റ് ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു ചേഞ്ച് ദ നെയിം ഓഫ് എ ത്രെഡ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, പബ്ലിക് വോയിഡ് സെറ്റ് നെയിം ഓഫ് സ്ട്രിംഗ് നെയിം. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ത്രെഡ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇതുവഴിയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ത്രെഡിന്റെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഒരു പുതിയൊരു ന്യൂ നെയിം അസൈൻ ചെയ്യാനായിട്ട് പറ്റും ഇതുവഴി. ഇനി അതർ ഓപ്ഷൻസ് നോക്കട്ടെ. പബ്ലിക് സ്ട്രിംഗ് ഗെറ്റ് നെയിം. ഈ പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റിട്രീവ് ദ നെയിം ഓഫ് എ ത്രെഡ്. ഓക്കെ, നെയിം റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പുതിയൊരു നെയിം അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇനി പബ്ലിക് വോയിഡ് ഗെറ്റ് നെയിം, ഇത് ആക്ച്വലി ഈ മെത്തേഡ് റോങ് ആണ്. കാരണം ഗെറ്റ് നെയിം അതിന്റെ റിട്ടേൺ ടൈപ്പ് സ്ട്രിംഗ് ആയിരിക്കണം. സോ ആക്ച്വലി ഇതല്ല, ഇതൊരു റോങ് ആയിട്ടുള്ള മെത്തേഡാണ്. നെക്സ്റ്റ് പബ്ലിക് സ്ട്രിംഗ് സെറ്റ് നെയിം ഓഫ് സ്ട്രിംഗ് നെയിം. ഇത് ഇവിടെ കണ്ടായിരുന്നോ നിങ്ങൾ? ഈ മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രിംഗ് എന്ന ഡേറ്റ ടൈപ്പ് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പബ്ലിക് വോയിഡ് സെറ്റ് നെയിം ഓഫ് സ്ട്രിംഗ് നെയിം പാസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ നെയിം സെറ്റ് ചെയ്യുക. ഇതിന്റെ എൻഡിൽ ഇപ്പൊ ഈ സ്ട്രിംഗ് കൊടുക്കുവാണെങ്കിൽ ഒരു സ്ട്രിംഗ് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടി വരും. നമുക്ക് വേണ്ടത് അതല്ല. എന്താണ്? ഒരു ത്രെഡിന്റെ നെയിം ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പബ്ലിക് വോയിഡ് സെറ്റ് നെയിം ഓഫ് സ്ട്രിംഗ് നെയിം. Next question, which statement provides an easy way to dispatch execution to different parts of your code based on the value of an expression? Answer is very simple. Option B, switch. ഒരു എക്സ്പ്രഷന്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ കോഡിലേക്ക് പോവാനായിട്ടുള്ള ഈസി വേ എന്ന് പറയുന്നത് സ്വിച്ച് തന്നെയാണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷണൽ എക്സിക്യൂഷൻ ആണ്. അത് ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറയുന്നത് ഇത്ര സ്വിച്ച് ഹാൻഡിൽ ചെയ്യുന്ന അത്രയും ഈസി അല്ല. ഈ നെസ്റ്റഡ് ഇഫിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ പിന്നെ ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നിന്റെ ഉള്ളിലും മറ്റത് അങ്ങനെ പ്ലേസ് ചെയ്ത് പോകുന്നതാണ്. അതും കോംപ്ലക്സ് ആണ്. നൗ ഇഫ് എൽസ് ഇഫ് അതും കോംപ്ലക്സ് ആണ്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോൾ എഫിഷ്യന്റ് അല്ല. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്ന കേസിൽ എസ്പെഷ്യലി ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ആൻ എക്സ്പ്രഷൻ ആവുമ്പോൾ ഓഫ് കോഴ്സ് സ്വിച്ച് ഇസ് ദ ബെറ്റർ ചോയ്സ്. So option B is right. Moving to the next question, which keyword is used to make the classes an interface of another package accessible to the current package? Import അല്ലേ? സിമ്പിൾ അല്ലേ അത്? ഇനി ബാക്കിയുള്ള കീവേഡ്സ് നോക്കൂ. ഇംപ്ലിമെന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ക്ലാസ് ഒരു ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെ? അല്ലാതെ അതർ പാക്കേജസ് ക്ലാസസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. സോ ദിസ് ഇസ് എ റോങ് ഓപ്ഷൻ. ദെൻ ഇൻസ്റ്റൻസ് ഓഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? It is used to check whether an object is an instance of a specific class or subclass. ഇതുമായിട്ട് തന്നിരിക്കുന്ന ചോദ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. None of the above, we are leaving it there. So right answer is import keyword. Next question, which method of data input stream class reads a line from the file and returns it as a string? Very easy. Read line of option C. Data input stream ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡാണ് ഈ റീഡ് ലൈൻ എന്ന് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? Used to read a line of text from an input stream and return it as a string. Read line എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതായത് ഈ റീഡ് ലൈൻ മെത്തേഡ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഡേറ്റ ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സിനകത്തുള്ളത്, ഇത് ജാവ 1.1 ഓൺവാർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ബഫേർഡ് റീഡർ ആണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബഫർ റീഡറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡോട്ട് റീഡ് ലൈൻ ഓഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി അതർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഇൻഡ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ്സ് ആൻ ഇൻഡിജർ ടു ദ ഔട്ട്പുട്ട് സ്ട്രീം. സോ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇനി റീഡ് ഇൻഡ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? റീഡ്സ് ആൻ ഇൻഡിജർ ഫ്രം ദ ഇൻപുട്ട് സ്ട്രീം. ഇനി റൈറ്റ് ഡബിൾ എന്ന് പറയുമ്പോൾ
writes a double value to the output string. So this is also wrong. So the final answer is option C, read line off. Now going to the next question. Under which package is string class encapsulated? Very easy. Java.lang. എത്രാമത്തെ ഓപ്ഷൻ ആ? ഡി. ഓപ്ഷൻ ഡി. ഓക്കെ. ഇതിനകത്താണ് string class encapsulate ചെയ്തിട്ടുള്ളത്. Java.lang-നകത്ത്. ഇനി Java.awt എന്ന് പറയുമ്പോൾ എന്താണ്? GUI കോമ്പണൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രെയിം, ബട്ടൺ, ലേബൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ. ഇനി Java.util-ആണെങ്കിലോ യൂട്ടിലിറ്റി ക്ലാസ്സസ് ലൈക്ക് അറേ ലിസ്റ്റ്, ഹാഷ് മാപ്പ്, കളക്ഷൻസ് ഒക്കെയാണ് യൂട്ടിലിനകത്ത് വരുന്നത്. Java.io-ക്ക് അകത്ത് വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ലൈക്ക് ഫയൽ, ബഫർ, റീഡർ എക്സെട്ര. ഓക്കെ. ഈ Java.lang-നകത്ത് വരുന്ന പിന്നെ വേറെ ഫണ്ടമെന്റൽ ക്ലാസ്സസ് ആണ് മാത്ത്, അതുപോലെ തന്നെ സിസ്റ്റം, പിന്നെ ഇൻറ്റിജർ, ഡബിൾ, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ സ്ട്രിംഗ് ബിൽഡർ. സോ ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. ഈ സെഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു സിസ്റ്റം അനലിസ്റ്റിന്റെ പോസ്റ്റിലേക്ക് ചോദിച്ചിട്ടുള്ളത് എന്ന്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ തറോ ആയിട്ട് അറിഞ്ഞിരിക്കണം, നല്ല ഇൻഡെപ്ത് തന്നെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര്. ഈവൺ ഇഫ് എന്താ പറയാ നിങ്ങൾക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ടെക്നിക്കൽ ടെർമിനോളജീസിൽ കൺഫ്യൂഷൻസ് വരാം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. സോ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയുന്നത് പോലെ ഡേ ബൈ ഡേ ആയിട്ട് നിങ്ങൾ ഈ കണ്ടന്റ്സ് കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുമ്പോഴേക്കും നല്ല ഒരു രീതിയിൽ തന്നെ മെജോറിറ്റി ഓഫ് സിലബസിലെ കണ്ടന്റ്സ് നിങ്ങൾ ഈ രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. സോ ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. ഇഫ് യു ഫീൽ ലൈക്ക് ദിസ് ഈസ് യൂസ്ഫുൾ, then do press the like button, and if you have any doubts or suggestions you can use the comment section, and as usual if you haven't subscribed the channel yet, please do subscribe. So here I am signing off, your study partner Click. Stay focused on what really matters.